കടി ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ റിക്കൂട്ടനും ഇഷുവും ഞാനും നിമിഷേച്ചേൻ്റെ പുറകെ നിമിഷേച്ചിൻ്റെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് ഇതിനാണ്ട് ആപ്പൻ്റെ വീട്ടിലേക്കാണ്. ഇതിനാണ്ട് അച്ഛന് 2 അനിയന്മാരും ഒരു പെങ്ങളുമാണുള്ളത്. അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വല്യപ്പാപ്പൻ്റെ വീട്ടിലേക്കാണ്. വല്യപ്പാപ്പൻ തിരിച്ച് ഗൾഫിലേക്ക് പോവുകയാണ്, ഖത്തറിലാണ്. അപ്പോൾ ഖത്തറിലേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ തലേ ദിവസം നമ്മൾ വെറുതെ ഒന്ന് എല്ലാവരും കൂടി ഒത്തുചേരാമെന്ന് വിചാരിച്ചു. അപ്പം എപ്പോഴും വിഷുവെല്ലാം ആഘോഷിക്കൽ അവിടെ തറവാട്ടിൽ നിന്ന് ശിവാപ്പൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് കൊല്ലമായിട്ട് അങ്ങനെയൊന്നും ആഘോഷിക്കലൊന്നുമില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും എൻ്റെ അനിയൻ്റെയും നമ്മളെ അമ്പിയും ഞാനും റിക്കൂട്ടനും എല്ലാവരും ഉണ്ട്. അപ്പോൾ പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പം നല്ല രാവിലെ ഒന്നല്ല. അപ്പം നിമിഷേച്ച് മാക്സി ഇട്ടിട്ടാണ് ഉള്ളത്. എനിക്ക് എത്ര ഇതായാലും ഇതിങ്ങനെ ഒരു വളപ്പിലേക്ക് കൂടി നമ്മളിങ്ങനെ ഒരു പറമ്പിലേക്ക് കൂടി നമ്മളിങ്ങനെ നടന്നു പോകുന്നതാണ്. അപ്പം എനിക്ക് വഴി എങ്ങനെ അറിഞ്ഞൂടാ. ഞാൻ കുറേ പ്രാവശ്യം ഇതിൽ കൂടി പോയിട്ടെല്ലാം ഉണ്ട്. എപ്പം പോക്ക് ആരെങ്കിലും കൂടിയാണ്. ഞാൻ ഒറ്റക്ക ഇവരെയും കൂട്ടിയിട്ടെല്ലാം പോയതെങ്കിൽ മിക്കവാറും എവിടെയെങ്കിലും പെട്ടുപോകും. അപ്പോൾ പോകുന്ന വഴിക്ക് 2 ആളും കൂടി എന്തൊക്കെയോ പറിച്ചിട്ടും എടുത്തിട്ടും എല്ലാം നടക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ നിമിഷിച്ചിട്ട് നമ്മൾ 10 മിനിറ്റ് കൊണ്ട് എത്തേണ്ടത് ഇവരെയും കൂട്ടി നടന്നിട്ട് പോകുന്നതെങ്കിൽ അരമണിക്കൂറാകും എത്താൻ. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് എണീച്ചിട്ട് അമ്മ രാവിലെ പോയിട്ടുണ്ടായിന്. അപ്പം നമ്മൾ പിന്നെ ലേറ്റായി എണീക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എണീച്ച് പിള്ളേർക്കെല്ലാം ചായ എല്ലാം കൊടുത്തു. എന്നിട്ടെല്ലാം നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. എൻ്റെ ഇടയ്ക്ക് ഇവിടെ അണ്ടിമാങ്ങയെല്ലാം വീണിട്ട് ഒരുത്ത ബാനെല്ലാം ആക്കിയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇഷു അതിൻ്റെ ഇടയ്ക്ക് ഇതാ പൂവെല്ലാം പറിച്ചിട്ട് വരുന്നുണ്ട്. റിക്കൂട്ടൻ മറ്റേ നമ്മൾ സൂര്യനും പുഴുവാക്കുന്ന സാധനം എടുത്തിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ ആടിയും പാടിയും വർത്താനം പറഞ്ഞ് നമ്മൾ പോകുകയെന്ന് കേട്ടോ. അപ്പം നിമിഷേച്ചി ഇവിടെ പകുതി വരെ നമ്മളാക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. അലക്കാനും എന്തെല്ലോ പരിപാടിയുണ്ട്. അപ്പം ഞാനും പിള്ളേർ പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് നടന്നത് കേട്ടോ. അപ്പം ഇഷു ഇതാ പൂവെല്ലാം കാണിച്ചു തരുന്നുണ്ട്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടോ അതിൽ കൂടാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഷുവിന് എല്ലാ സമയം പൂജ മമ്മി അതെടുക്ക് വീഡിയോ ഇതെടുക്ക് വീഡിയോ എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോവാന്ന്. ഇതിപ്പോൾ ഏകദേശം എത്താനായി. ഇനി ചെറിയൊരു കുന്നും കൂടി കയറിക്കഴിഞ്ഞാൽ കണ്ട ഈ കുന്നും കൂടി കയറിക്കഴിഞ്ഞാൽ എത്തി. അപ്പോൾ റിക്കോർഡിനാണ് എടുക്കാനും വിടുമൊന്നുമില്ല. അവൻ പറയും ഞാൻ നടക്കും തന്നെ നടക്കുന്നുണ്ട്. എൻ്റെ ഇത് ഫോൺ ചെറുങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. റിക്കോർഡിൻ്റെ കൈയും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുവാന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ നടന്നു പോകാന്ന്. അപ്പോൾ റിക്കൂണ്ട് അതിൻ്റെ അടുക്ക് പറയുന്നുണ്ട് വല്യപ്പാപ്പൻ്റെ അടുത്ത് പോകണ്ട, മുത്താൻ്റെ ഒന്നും വരൂല എന്നെല്ലാം ആക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തോ ഒരു ഇഷ്ടമില്ലാത്ത പോലത്തെ വർത്താനം ഉണ്ട് കുട്ടിന്. അങ്ങോട്ടേക്ക് പോകണ്ട, നമുക്ക് തിരിച്ചു പോകാം, മേമ എവിടെ പോയി എന്നുള്ള അതിൻ്റെ അടുക്ക് ചോദിക്കുന്നുണ്ട്. മേമാന്ന് പറഞ്ഞാൽ നിന്നേണ്ട പെങ്ങളെയാന്ന് റിക്കും മേമാന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നടന്നിട്ട് പോകാം. ഇങ്ങോട്ടെല്ലാം മൊത്തം റബ്ബർ ഇതെല്ലാം. അപ്പം ഇവനെ എടുത്ത് കൈ പിടിച്ച് നടക്കുന്ന എനിക്ക് നല്ലൊരു വൃത്തിക്ക് വീഡിയോ ശരിക്കും ഇപ്പം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യം ഇതിലേക്ക് കൂടി വന്നാൽ എത്തുന്നത് ശിവാപ്പൻ്റെ വീട്ടിലേക്കാണ്. അതായത് നിന്നേണ്ട അച്ഛൻ്റെ ഏറ്റവും ഇളയ അനിയൻ്റെ വീടാണിത്. ബാപ്പനും ഖത്തറിൽ തന്നെയാണ്, ഗൾഫിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിതാ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. റിക്കൂട്ടന് ഇവിടെയെല്ലാം എത്തുമ്പോൾ എല്ലാം ഇത് തന്നെ പറയും, നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇഷുവിൻ്റെ വക ഒരു കൊള്ളിക്കഷ്ണം നമ്മൾ റിക്കൂട്ടിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് വല്യപ്പാപ്പൻ്റെ വീട്. ശിവാപ്പൻ്റെ വീട്ടിൻ്റെ നേരെ താഴെ തന്നെയാണ് വല്യപ്പാപ്പൻ്റെ വീട് വരുന്നത് കേട്ടോ. അപ്പോൾ ചെരുപ്പെല്ലാം കണ്ടാൽ ആരും പേടിക്കൊന്നും വേണ്ട. പ്രത്യേകിച്ച് വേറെ ആരുമില്ല. നമ്മൾ അമ്പി ഉണ്ട്. ഇതാണ് ശിവാപ്പൻ്റെ മോൻ കേട്ടോ, അമ്പി. പിന്നെ ധന്യാൻ്റെ ഉണ്ട് ഉള്ളിൽ,
ആൻറ്റി ഉണ്ട്, വലിയപ്പാപ്പനുണ്ട്, അമ്മയും ഉണ്ട്. വേറെ ആരും പ്രത്യേകിച്ചില്ല, നമ്മൾ തന്നെ മാത്രം. പിന്നെ അവിടെ പണിയെടുക്കുന്നുണ്ട്, അടുക്കളേൻ്റെ എല്ലാം അതിൻ്റെ സംഭവങ്ങളാണ് പുറത്തെല്ലാം വെച്ചിട്ടുള്ളത്. അപ്പം അമ്മ രാവിലെ വന്നിട്ടുണ്ട് അതിനടുത്തേക്ക്. അപ്പോൾ ആ ഇരിക്കുന്നതാണ് വലിയപ്പാപ്പൻ കേട്ടോ. ഉണ്ട് റിക്കൂട്ടം വന്നേരെ തുടങ്ങി പോവാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ അമ്പീൻ്റെ അടുത്ത് പിന്നെ കുറേ കളിക്കുന്ന സാധനമെല്ലാം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞടാ എന്നാൽ പിന്നെ മുകളിലേക്ക് പോകാം, അവിടെ നിന്ന് ഇങ്ങനെ കളി സാധനമെല്ലാം ഉണ്ടെങ്കിൽ കളിച്ചോളൂല്ലോ എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് റിക്കു ചെരുപ്പിലെന്തോ കുടുങ്ങിയെന്ന് പറഞ്ഞിട്ട് എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ ശിബുപ്പാപ്പൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത് സരസ്വതീച്ചീൻ്റെ വീടാണ്. അപ്പോൾ അടുത്ത പശു ഇങ്ങനെ നമ്മളെ കടച്ച് ഇങ്ങനെ ഒച്ചയാക്കി. അപ്പോൾ റിക്കുണ്ടപ്പാട് അതാ അമ്പാന്നെല്ലാം പറ്റി നടക്കുന്നതാണേ. അപ്പം ഞാനത് ഇത് വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് റിക്കു ഇത് അച്യുതാനന്ദനെ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയാണ് റിക്കൂട്ടിൻ്റെ കളികൾ. അപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്ക് അവിടെ മറ്റേ കാമനെ കണ്ടിട്ട് ടിഷ്യൂ കാണിച്ചു തരുന്നു. പൂജമാമി ഇത് വീഡിയോ എടുക്ക്, കാമൻ ഇതാ ഇവിടാന്ന് പറഞ്ഞിട്ട്. അപ്പം തലേന്ന് നമ്മൾ കാമൻ്റെ വീഡിയോയിലെടുത്തതോന്ന് ഓർമ്മയുണ്ട്. അങ്ങനെ ഇതാ കാമൻ്റെ അങ്ങനെ കഴിഞ്ഞതാടെ ഇങ്ങനെ സൈഡിൽ വെച്ചതാണ്. അപ്പം അത് ചുമ്മാ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോഴേക്ക് ധന്യാൻ്റെ വന്നിട്ട് വീടെല്ലാം തുറന്ന് തന്നിട്ട് പറഞ്ഞ് അടേൻ്റെ ഉള്ളിൽ വിശക്കുമ്പോൾ അതെടുത്ത് കഴിച്ചോ, ചായ വേണമെങ്കിൽ അമ്പി വെച്ച് തരും, വെള്ളമെല്ലാം കുടിക്കണേന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമ്മളവിടെ ഇരുന്നു. അപ്പോൾ വണ്ടിയെല്ലാം കണ്ട് ചെറുക്കൊണ്ട് പിന്നെ വണ്ടീൻ്റെ പിന്നെ വേറെ ഒന്നും ആരും വേണ്ട, അങ്ങനെ വണ്ടികളെല്ലാം നോക്കുവാന്ന് കേട്ടോ. അപ്പോൾ ഇത് അമ്പി ഇങ്ങനെ നമുക്ക് കാണിച്ചു തരുമായിരുന്നു. ഈ വണ്ടിയുടെ മുകളിൽ കയറിയിരുന്നാൽ ഇത് പൊട്ടൊന്നുമില്ല, കയറി നിൽക്കുക, ഇതിനൊന്നും പറ്റൂല എന്നാണ് പറയുന്നതെല്ലാം പറ്റുക. അതിന് നോക്കുമ്പോൾ കൂടെ സമ്മതിക്കുന്നില്ല കേട്ടോ. ഓൻ ആ വണ്ടി തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. പക്ഷെ വലിയ ബൈക്കിനോട് എന്തോ വലിയ താല്പര്യമില്ലാത്ത പോലെയാണ്. ഇതുപോലത്തെ കുറ്റിക്കളിക്കുന്ന വണ്ടിയൊന്നും മൂപ്പര് കളിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഇഷു പറഞ്ഞ് നമുക്ക് മീനിനെ നോക്കാൻ പോകാം പുറകിലെന്ന്. അങ്ങനെ മീനിനെ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള താമരേൻ്റെ ഇടാന്നാണ് നമ്മളെ അമ്പി പറഞ്ഞത്. എനിക്കതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ല കേട്ടോ. അപ്പോൾ അതുണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതിൽ വെള്ളം വീഞ്ഞെല്ലാം കാണാൻ നല്ല രസമുണ്ടായിനെ. പിന്നെ മീനിനൊന്നും പക്ഷെ കാണാൻ പറ്റിയിട്ടൊന്നുമില്ല, മൊത്തം ഈ പച്ചപ്പായിരുന്നു. അങ്ങനെ ഇത് കണ്ടപ്പോൾ നമ്മൾ റിക്കോർഡിനും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഓനും വെള്ളം എടുത്തിട്ടാക്കണം എന്നെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ മൂപ്പരെ കൈ എത്തുന്നില്ല. പിന്നെ ഞാനെടുത്തിട്ടാക്കി അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ എന്ന് മാത്രം വിചാരിച്ച്.
അങ്ങനെ റിക്കൂട്ടൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് അതിലിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് എന്തോ ഒരു ആപ്പിളാണേ. അമ്പി എന്തോ പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. പിന്നെ അപ്പം ഇതിൻ്റെ പേര് അറിയുന്നവരാരെങ്കിലും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ. അപ്പോൾ അടുത്ത ടാങ്കിലേക്ക് എത്തി നോക്കുവാന്ന് നമ്മൾ റിക്കൂട്ട്. പിന്നെന്താ, പിന്നെ അമ്പി പറഞ്ഞു മുകളിൽ മാങ്ങ എന്തോ ഒന്നും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. പിന്നെ പിള്ളേരെയും കൂട്ടിയിട്ട് എന്തായാലും മുകളിലേക്ക് കയറാനാവുമൊന്നുമില്ല. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചിതാ യുദ്ധക്കളത്തിലേക്ക് പോകുന്നു. ഇവരവിടുന്ന് വണ്ടി ഓടിച്ച് കളിക്കുന്നതാണല്ലോ, അങ്ങനെ അടുത്തേക്ക് പോകുന്നു കേട്ടോ. ഞാൻ പിള്ളേരെ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്തത്. താഴത്തെ വീട്ടിൽ നിന്ന് അമ്മയും ആൻറ്റിയും പിന്നെ ധന്യാൻറ്റി എല്ലാവരും കൂടിയിട്ട് ഉച്ചക്കേക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എല്ലാം ഒരുക്കുന്നുണ്ട് കേട്ടോ. റിക്കുവിൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് വന്നിട്ട് പിന്നെ ഞാനും അവിടെ തന്നെയായി. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് പോകുന്നത്. അപ്പോൾ റിക്കൂട്ടിനാണെങ്കിൽ നമ്മൾ ഇഷ്യൂ എന്താണോ എടുക്കുന്നത് അതെല്ലാം ഓന് വേണം. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അതങ്ങനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പീൻ്റെ അഭ്യാസ പ്രകടനങ്ങളെല്ലാം ഭയങ്കര അത്ഭുതത്തോടെ റിക്കൂടെ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ ഇഷ്യൂ ഇത് അമ്പീൻ്റെ ഒരു ഗ്ലോബിൻ്റെ ഒരു കട്ടറുണ്ട് കേട്ടോ, ഷാപ്റ്റർ. അപ്പം അതെടുത്തിട്ട് കാണിച്ചു തരുവാന്ന്. അപ്പം അതിന് ശേഷം നമ്മൾ അമ്പി എന്നോട് ഇതിലേതാ ഇന്ത്യ, നേപ്പാൾ ഏതാ, ദുബായ് ഏതാന്നെല്ലാം പറ്റി ഇങ്ങനെ കാണിക്കുന്നുണ്ടായിന്. അപ്പോൾ പറഞ്ഞാൽ കച്ചം കാണിച്ചാന്നെല്ലാം പറ്റി ഇങ്ങനെ നമ്മളെന്തല്ലോ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. വയറാ എന്ത് വയറ്? എന്ത് വയറാടാ? പിന്നെ അമ്പി പറഞ്ഞു ഞാൻ മാജിക്ക് കാണിച്ചു തരാമെന്ന്. അപ്പം ഓൾറെഡി എൻ്റെ കൈയെല്ലാം തുണീൻ്റെ ഉള്ളിലെല്ലാം ഇട്ടിട്ട് ഓനിങ്ങനെ കെട്ടിവെച്ചെടുക്കുന്ന ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിനെ. അങ്ങനെ പിന്നെ അപ്പം റിക്കൂട്ടന് ഒരു കൗതുകം പോലെ തോന്നിയിട്ട് ഓനും വന്നതാണ്. പക്ഷെ ഓൻ്റെ കൈ പല വിധത്തിലേക്കല്ലോ എന്ന് പോകുന്നു. അങ്ങനെ ഇത് ചീറ്റിപ്പോയി. അപ്പോഴേക്ക് ഇത് അമ്മമ്മ വന്നിട്ടുണ്ട്. ഇതിപ്പം ഞാൻ വീഡിയോ ഇത്തിരി സ്പീഡാക്കിയതാണ്. അപ്പോഴേക്ക് അമ്പീത നമ്മളെ പൂരത്തിന് അവിടെ നിന്ന് ഇങ്ങനെ തലയിൽ വെച്ചിട്ടെല്ലാം നടന്നിട്ടില്ല, അതുപോലെ നടക്കുന്നു. തിരുമേനിമാർ നടക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മളെ മുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ഈശ്വത ഓടി അങ്ങോട്ടേക്ക് എത്തി. റിക്കൂട്ടൻ ചെരുപ്പെല്ലാം ഓടുന്നുണ്ട്. പിന്നെ അമ്പി വാതിലെല്ലാം പൂട്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പം മുത്ത് ഇപ്പം തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. അതായത് വല്യപ്പാപ്പൻ്റെ മോളാണ് കേട്ടോ മുത്ത്. നമ്മളപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മളെ മുത്ത്. അപ്പോൾ ഇത് അടുക്കളയിൽ സാമ്പാർ ഇങ്ങനെ തിളക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പിന്നെന്താ, പിന്നെ ചിക്കൻ കറി അടുപ്പത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വറുത്തിടുകയേ വേണ്ടു, വറുത്തിടുക എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തത് ഇടുകയേ വേണ്ടും കേട്ടോ. പിന്നെ ഇതാ നമ്മളെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്, അവിയൽ റെഡി ആയിട്ടുണ്ട്. പിന്നെന്തായിരുന്നു, പിന്നെ ചീരവറവും കൂടി ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ കറി ഇതാ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻറ്റീൻ്റെ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ചീരവറവും റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ആൻറ്റീൻ്റെ വീട്ടിൻ്റെ ഇവിടെ പണി നടക്കുന്നുണ്ട്, അടുക്കളേൻ്റെ അവിടെ പൈപ്പിൻ്റെ അങ്ങനെ എന്തെല്ലോ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ മാത്രം പണിക്ക് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പം എല്ലാ സംഭവങ്ങളും ഇങ്ങനെ വലിച്ചു വാരിയിട്ട പോലെ നിങ്ങൾ കാണുന്നുണ്ടാവുക. പിന്നെ അകത്ത് വെച്ചിട്ടാണ് എല്ലാ ഭക്ഷണങ്ങളും പാകം ചെയ്തതെല്ലാം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം അമ്മമ്മ അവിടെ നിന്ന് അടയുണ്ടാക്കാൻ വേണ്ടി തേങ്ങ ചിരവുന്നുണ്ട്. പിന്നെന്താ, സാമ്പാർ അപ്പോഴേക്ക് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ സാമ്പാറിലും ചിക്കനിലും ഇടാൻ വേണ്ടിയിട്ട് മല്ലിച്ചപ്പ് ഇങ്ങനെ മുറിച്ചുകൊണ്ട് നോക്കുവാണ്. പിന്നെന്താ, ആൻറ്റി ഇതാ നമ്മളെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള അരവ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെന്താ, ഓരോരുത്തർ അങ്ങനെ ഓരോ പണിയിലാണ് കേട്ടോ.
അപ്പോഴേക്ക് നമ്മളെ മുത്ത് റിക്കുട്ടൻ ഇഷു അമ്പിയും പോയിട്ട് ഒരു ലോഡ് മുട്ടായി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്നോടും ഡോക്ടർ മുട്ടായൊന്നും തിന്നണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന് ചുമയുള്ളതുകൊണ്ട്. പക്ഷേ ഡയറി മിൽക്കിൻ്റെ പുതിയൊരു സംഭവം കണ്ടപ്പോൾ എനിക്ക് തിന്നാണ്ടിരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇത്ര കാലം സഹിച്ചു കൊടുത്ത് നിന്നതായിരുന്നു. അന്നെന്തോ വെറുതെ അത് കഴിച്ച്. അന്ന് രാത്രി എനിക്ക് നല്ല ചുമയായിരുന്നു കേട്ടോ. അപ്പോൾ അതുവരെ റിക്കുട്ടൻ്റെ മുഖത്തിന് ഒരു തെളിവുണ്ടായിട്ടില്ല. മുട്ടായി കിട്ടിയപ്പോൾ സന്തോഷമായി കേട്ടോ. അങ്ങനെ എല്ലാവരും ഇതാ പുറത്തേക്ക് വന്നിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നമ്മളെ ട്രൈപ്പോഡിൻ്റെ അകത്ത് ക്യാമറയുടെ സെറ്റാക്കി വെച്ചിട്ടിരുന്നു കേട്ടോ. എന്നാൽ അതും എടുത്തിട്ടിങ്ങനെ നടക്കണ്ടല്ലോ. പിന്നെന്താ, പിന്നെ ചിക്കൻ കറി ആയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അതിൽ അപ്പവും ചിക്കനും വെച്ചിട്ട് നമ്മളെ അമ്പി കഴിക്കാനായിരുന്നു. അപ്പോഴേക്കും നമ്മളെ റിക്കൂട്ടനും ഇഷുവിനും എല്ലാം അമ്പി വായിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോഴാണ് ഞാനും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, മൂന്നാളിങ്ങനെ ഇരുന്നിട്ട് കഴിക്കുന്നതും ഷെയർ ചെയ്യുന്നതും എല്ലാം കാണാൻ. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്കെല്ലാം മീൻസ് നിങ്ങളുടെ വീട്ടിലേക്കെല്ലാം വരാനുള്ളൊരു കാരണം ഇതെല്ലാം തന്നെയാണ് കേട്ടോ. അപ്പം വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ടാകും. പിന്നെ എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാനും അച്ഛനും അമ്മയും പിന്നെ റിക്കൂട്ടിനും മാത്രമേ ഉണ്ടാവും. നമ്മളെ ഇത് ആ ഒരിത് മാത്രമേ റിക്കൂട്ടിന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാൽ റിക്കൂട്ടിന് ആരെല്ലാം ഉണ്ട് എന്നുള്ള തോന്നലെല്ലാം ഓനും ഉണ്ടാവുമല്ലോ. ഇപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ടാകുമ്പോൾ ഞാൻ റിക്കൂട്ടിന് ചൊല്ലി ആരാ ഉള്ളതെന്ന് ചോദിച്ചാൽ ഓൻ എല്ലാവരെയും പേരെല്ലാം പറയും കേട്ടോ. ഓർമ്മിച്ച് പറയുന്നുണ്ടാകും. പിന്നെ ഈ കാണുന്നവർ മാത്രമൊന്നുമല്ല, പിന്നെ നമുക്ക് മിനിയാൻ്റി ഉണ്ട്, മേമയുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരെയും വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ. വീഡിയോയിലുണ്ടായിരുന്നു മിനിയാൻ്റിയും മേമയെല്ലാം വീഡിയോയിലുണ്ടായി. മേമേനെ ഇതുവരെ വീഡിയോയിൽ കിട്ടിയിട്ടില്ലാന്ന് തോന്നും കേട്ടോ. ഇല്ലയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇനി മേമയെല്ലാം വരുമ്പോൾ ഞാൻ വീഡിയോയിൽ എടുക്കാം. അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ് തിന്നതിൻ്റെ ഇടയ്ക്ക് ചിക്കനും അപ്പവും തിന്നുന്നുണ്ട്. അപ്പോൾ റിക്കൂട്ടൻ സമാധാനത്തിൽ ആദ്യം ഇരുന്ന് മുട്ടായി തിന്ന്. അത് കഴിഞ്ഞിട്ടാണ് അമ്പീൻ്റെ അടുക്കാണ് ചിക്കനും അപ്പവും എന്ന് പറയുന്നത്, ചിക്കനും അപ്പവും തിന്നാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം ഞാനിതാ ചോക്ലേറ്റ് ഇരുന്ന് കഴിക്കുന്നുണ്ട്. എന്തോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഡയറി മിൽക്കിൻ്റെ എന്തോ ഒരു പേര് മറന്നുപോയി. അപ്പോഴേക്ക് ഇതാ നമ്മളെ ഇഷുവും അമ്പിയും കൂടിയിട്ട് ഓടിക്കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റിക്കൂട്ടിന് ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ട് ഓനും ചെരുപ്പെല്ലാം ഇട്ടിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ സ്പീഡാക്കിയതാണ്, അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുതലുണ്ടാകും. അങ്ങനെ എങ്ങനെയല്ലോ 40 മിനിറ്റ് ആക്കി എടുത്തതാണ്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക കേട്ടോ. അതിൻ്റെ ഇടയിൽ കാണാൻ എന്നെ ഇഷു വിളിക്കുന്നത്, പൂജമാമി ഇത് നോക്ക്, ഈ പൂവിൻ്റെ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട്. ഇത് എന്തിൻ്റെ പൂവാ, റംബൂട്ടാൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, എനിക്ക് ശരിക്കറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു അമ്പലക്കുളമെല്ലാം ഉണ്ട്. പണ്ട് നിന്നിട്ട് നമ്മളെ കല്യാണം ഉറപ്പിച്ച സമയത്ത് ഇവിടെ ഈ അമ്പലമുണ്ടായ സമയത്ത് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കണ്ട് നിന്നപ്പോൾ എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ നിക്കൂട്ടൻ ഇങ്ങനെയെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും കുറേ മീനുണ്ട് എന്നാണ് അമ്പി പറഞ്ഞത്. അപ്പം ഇങ്ങനെ അതിലെല്ലാം അമ്പി പൊന്തിച്ച് നോക്കുമ്പോൾ അത് കണ്ടിട്ട് ഈ റിക്കൂട്ടൻ അതുപോലെ ചെയ്യുവാന്ന് കേട്ടോ. അങ്ങനെ മുത്ത് പിന്നെ താളി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവരിവിടെ കളരിപ്പയറ്റും കരാട്ടയും അഭ്യാസങ്ങളും എല്ലാം നടത്തുന്നുണ്ട്.
അപ്പോൾ ഇത് അടുക്കളയിൽ പോയിട്ട് നോക്കുമ്പം അമ്മ ഇങ്ങനെ പായസം ഇളക്കിക്കൊണ്ട് നിൽക്കുവാന്ന്. അടപ്പായസമാണ് കേട്ടോ, അടപ്രഥമൻ, പാലട അങ്ങനെയല്ല പറയുക, അതാണ് പായസം കേട്ടോ. അപ്പം അമ്മ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്ത് കൂടെ തന്നെ കൂടുന്നുണ്ട്. പിന്നെന്താ, അപ്പോഴേ കമ്പി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അമ്പിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, DSA വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ കാര്യങ്ങളെല്ലാം അതിലിടും കേട്ടോ ആ വീഡിയോയിൽ, ആ ചാനലിൽ. പിന്നെ അപ്പോഴേക്ക് അച്ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാച്ചന് വേഗം ചോറെല്ലാം കൊടുത്തു. അച്ചാച്ചന് പപ്പടം കൂടി വാട്ടാനുണ്ട്. അപ്പം അച്ചാച്ചന് പിന്നെ പപ്പടം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പിന്നെ വാട്ടാന്ന് വിചാരിച്ച് അങ്ങനെ രണ്ടാളും കൂടി കളിക്കുന്നുണ്ട്. അങ്ങനെ പായസത്തിൽ നമ്മളിതാ തേങ്ങയെല്ലാം വറുത്തിട്ടു. അപ്പോൾ അത് നമ്മൾ അമ്പി ഇങ്ങനെ ഇളക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് ചിക്കനിൽ ഞാനാന്ന് ഇഞ്ചിയും പിന്നെ പച്ചമുളകെല്ലാം മുറിച്ചെന്നെല്ലാം പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു അതാണ് ചിക്കൻ കറിക്കെല്ലാം ഇത്രയും ടേസ്റ്റ്. അങ്ങനെ അമ്പീനെ കുറച്ച് മക്കാറാക്കി. പിന്നെന്താ, പിന്നെ നമ്മൾ ഇതാ കുട്ടന് വെള്ളമെല്ലാം കൊടുക്കുന്നുണ്ട്. കുറച്ച് പായസം അവർ ആദ്യം കുടിച്ചിട്ടുണ്ട് ലേശം, അപ്പം അതിന് ശേഷം ഇത്തിരി വെള്ളം കുടിച്ചതാണ് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞ് അച്ചാച്ചൻ്റെ ചോറ് തിന്ന വീഡിയോയിൽ എടുക്കറാ എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയതാണ്. അപ്പോഴേക്ക് അച്ചാച്ചൻ ചോറിലും തിന്ന് കഴിയാനായിന് കേട്ടോ. പിന്നെ നമ്മളെ പിള്ളേരെല്ലാം അകത്തുനിന്ന് ഒരേ കളിക്കൽ തന്നെയാണ്. TV വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മമ്മ TV കാണുന്നുണ്ട്. പുലിമുരുകൻ സിനിമയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം റിക്കോണൊന്നും അങ്ങനെ സിനിമയൊന്നും കാണലൊന്നുമില്ല. അപ്പോൾ അത് കണ്ടപ്പം ഭയങ്കര എന്തോ അത്ഭുതം പോലെയുള്ള കുറച്ച് സമയം നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ ഇതാണ് സദ്യക്കുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. അച്ചാറുണ്ട്, പച്ചടിയുണ്ട്, പിന്നെ നമ്മളെ കൂട്ടുകറിയുണ്ട്, അതുപോലെ ചീര വറവ്, പിന്നെന്തായിരുന്നു ചിക്കൻ കറി, അവിയൽ, പപ്പടം, പിന്നെ പായസം, സാമ്പാർ, ഇത്രയെല്ലാമാണ് നമ്മളെ ചോറിൻ്റെ കറികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇരിക്കാം. ഒടാവാടിയേ കുടിനെ ഇലയിലല്ലേ ഇത് നിന്ന്. ഞാനൊരു സ്ലോ ഈറ്റർ ആയതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചിട്ടും ചോറ് കഴിക്കാൻ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പിള്ളേർ സെറ്റിൻ്റെ കൂടെ ഇരുന്ന ഞാനാണ്. പിന്നെ വല്യപ്പാപ്പൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്യപ്പാപ്പനെ വെച്ചും ഞാനുണ്ടായിന്. പിന്നെ ഇവർ ആൻറ്റിമാരത് അമ്മേൻ്റെയും അമ്മമ്മേൻ്റെയും ഒന്നിച്ചിട്ട് ഞാനുണ്ടായിന് കേട്ടോ. അങ്ങനെ ഞാനും കഴിച്ചിട്ട് എണീച്ചു. പിന്നെ റിക്കൂട്ടിന് ഉറക്കം വന്നുകൊണ്ട് നോനെ വേഗം കിടത്തി അങ്ങോട്ടേക്ക് ഉറക്കി കേട്ടോ. പക്ഷേ വേഗം എണീക്കുകയും ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ റിക്കൂട്ടനും അമ്പിയും കൂടി പുറത്തിരുന്നിട്ട് ഇങ്ങനെ എന്തെല്ലോ കളിക്കുന്നുണ്ട്. അപ്പം ഉറങ്ങി എണീച്ചാൽ അവന് ചെറിയ വിശന്നെന്ന് തോന്നും. ചോറോൻ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. അവൻ്റെ ചോറും കൂടിയാണ് പിന്നെ ഞാൻ തിന്നത്. അങ്ങനെ പിന്നെ പായസം കൊടുക്കുവാന്ന്. അപ്പം ഈ വെള്ള കളർ പായസമെല്ലാം റിക്കൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അത് കുടിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ പറയാനാണ് പാലിങ്ങനെ മീശക്ക് താടിയല്ല എന്താ ചുണ്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ആകുമ്പോൾ പറയാന്ന് മീശ.
അങ്ങനെ റിക്കൂട്ടൻ എന്താ പറയണ്ടേ, അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്രാവശ്യം ഇവിടുന്ന് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് റിക്കൂട്ടന് വിഷു ആഘോഷിക്കാനാവില്ലെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ അങ്ങോട്ടേക്ക് തലശ്ശേരിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇനിയിപ്പം എന്തായാലും എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കുന്നതെന്ന് വിചാരിച്ചത്. അപ്പം ഇതിപ്പം വിഷുവിൻ്റെ അന്ന് തലേന്ന് എടുക്കുന്ന വീഡിയോ ഒന്നല്ല, അതിന് കുറച്ച് മുന്നേ ഉള്ളതാണ്. എന്നാലും എല്ലാവരും ഒത്തുകൂടിയിട്ട് അതിൻ്റെ ഒന്നിച്ചൊരു നിൽക്കാൻ പറ്റിയതുകൊണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ഓർമ്മയാണല്ലോ. നാളെ ഇവർ വലുതാകുന്ന സമയത്ത് യൂട്യൂബെല്ലാം ഉണ്ടെങ്കിൽ ഒരിക്കലും കാണാമല്ലോ, ഓ നമ്മളിങ്ങനെയെല്ലാം ആഘോഷിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ നീന്തണ്ടം മാത്രമല്ല, അമ്പയ്ക്ക് ഒരേട്ടനും കൂടി ഉണ്ട് ആദ്യം. അപ്പോൾ ഓനിപ്പം നമ്മളൊന്നിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ, ഒരു കുടുംബത്തിൽ കൊല്ലത്തിൽ നമുക്ക് രണ്ടാളെയാണ് നഷ്ടമായത്. അപ്പോൾ അതിൻ്റേതായ എല്ലാ വിഷമങ്ങളും എല്ലാവരും ഉള്ളിലുണ്ട്. അപ്പോൾ എല്ലാവരും അതെല്ലാം മറച്ച് വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ചിരിച്ചും കളിച്ചും നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ മക്കൾക്കെല്ലാം വേണ്ടിയിട്ട് നമുക്കങ്ങനെ നിന്നേ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയണ്ടേ, നമ്മളങ്ങനെ റിക്കൂട്ടിന് പായസം കൊടുക്കാൻ അപ്പോഴേക്ക് ഇഷ്യൂ സിമെൻറ്റ് വാങ്ങിയപ്പോൾ എങ്ങാനും കിട്ടിയെന്തോ ഒരു കീ ചെയിനാണ്, അത് എടുത്തിട്ട് എല്ലാവരെയും കാണിക്കുന്നുണ്ട്. അപ്പം റിക്കൂട്ട് യോയോ ആക്കുന്നുണ്ട്. പിന്നെ നമ്മളതിന് അടയുണ്ടാക്കുവാന്നേ. അപ്പം ഞാൻ ഇവരെ വീഡിയോയിൽ എടുത്ത് റിക്കൂട്ടിന് പായസമെല്ലാം കൊടുത്ത് വരുമ്പോഴേക്ക് നിമിഷേച്ചി മറ്റേ ഇത് തേങ്ങേൻ്റെ ഇതെല്ലാം ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ഉപ്പിലയില്ലേ, ഇതിലാണ് പൂരത്തിന് ഉണ്ടാക്കുന്ന അടയാണ് സംഭവം, അത് ഉണ്ടാക്കുന്നത്. അപ്പം വലിയപ്പാപ്പ ഖത്തറിലേക്ക് പോകുമ്പം കൊടുത്ത് വിടുകയും ചെയ്യാം. അതിന് പിന്നെ എൻ്റെ വീട്ടിൽ ഈ പൂരയുടെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ആക്കലൊന്നുമില്ല. അപ്പം വീട്ടിലേക്ക് എടുക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് ആക്കുന്നതാണ്. പിന്നെ നമ്മളവിടെ വീട്ടിൽ നിന്ന് ആക്കുമ്പോൾ ഞാൻ റെസിപ്പി എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ നിന്ന് ആക്കുന്നതുകൊണ്ട് അമ്മ എന്നാൽ പിന്നെ ഒന്നിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ ആക്കിക്കളയാണ്. അങ്ങനെ വീഡിയോ എടുക്കാൻ കേട്ടോ. അപ്പം ഇതുപോലെയാണ് നമ്മളിത് മടക്കുക. നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്ന ഇത് തന്നെ, ഉള്ളിലെ ഫില്ലിംഗ് എല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ ഈ ഒരു ഇലയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ധന്യാൻ്റെ നമ്മളെ വാഴേൻ്റെ നാരില്ലേ, അതിങ്ങനെ വേർതിരിച്ച് വെക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞു, കല്യാണ വീട്ടിൽ വീഡിയോ എടുക്കുന്ന പോലെ ഉണ്ടല്ലേ ധന്യാൻ്റെ. ഇനി എല്ലാവരും ഇവിടെ സപ്പോർട്ടാണ്, അതുകൊണ്ടാണ് വീഡിയോ എല്ലാം എടുക്കുന്നത്. അങ്ങനെ എന്താ പറയണ്ടേ, എല്ലാവരും ഭർത്താനെല്ലാം പറഞ്ഞ് എന്തെല്ലോ കാര്യങ്ങളൊന്നും നമ്മൾ ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആക്കിയിട്ട് നമ്മളിത് ആവി കയറ്റിയിട്ടാണ് ഈ അട ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പം എല്ലാവരും കൂടി ഈ സംഭവമെല്ലാം ആക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയുമല്ലോ പണി. അപ്പം ആൻറ്റി ഒരു പണി എടുക്കുന്നുണ്ട്, ധന്യാൻ്റെ ഒരു പണി എടുക്കുന്നുണ്ട്, പിന്നെ അമ്മയും നിമിഷേച്ചി ആൻറ്റിയെല്ലാം കൂടിയിട്ട് ഇതിങ്ങനെ പരത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ആ കൂട്ടായതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് പരത്തിയിട്ട് അതിൽ ഫില്ലിങ് നിറക്കുകയാണ് വേണ്ടത്. അപ്പോൾ പിള്ളേർ ഇത് ഇടുന്ന് കളിക്കുന്നുണ്ട്. അപ്പം ഞാനും അത് പരത്താൻ കൂടാന്ന് വിചാരിച്ചു. അതിന് മുന്നേ ഇവരിടുന്ന് കുഴപ്പമില്ലാണ്ട് കളിക്കുന്നുണ്ട്, എനിക്കും അങ്ങോട്ടേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ ഞാൻ ക്യാമറ നമ്മളെ സ്റ്റാൻഡും വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു, ക്യാമറ ഓണാണേ എല്ലാവരും ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യത്തിൻ്റെ ഒന്നിച്ചിട്ട് എക്സ്ട്രാ ഒരു ക്യാമറയും കൂടി വരുമ്പോൾ അത് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാവർക്കും അത് എന്താ ഇഷ്ടമാണെന്നൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കുമെന്ന് അതിൻ്റെ നടുക്കെന്തല്ലോ വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ വലിയപ്പം പറയുന്നുണ്ടായിരുന്നു എന്തോ ക്യാമറ വെച്ചിട്ട് എന്തോ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അമ്മ പറഞ്ഞ്, പിന്നെ വെറുതെ തമാശ പോലെ എന്തോ ഇങ്ങനെ പറഞ്ഞ്. അപ്പം അമ്മ പറഞ്ഞ്, ഇതിപ്പോൾ ഇങ്ങനെയെല്ലാം എടുക്കുന്നുണ്ട് 2-3 വീഡിയോ എല്ലാം ആയില്ലേ, അല്ലേ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറയാമെന്ന് കേട്ടോ. അപ്പം നമുക്ക് പുറകിൽ നിന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ എല്ലാവരും ഉള്ളതുകൊണ്ട് അതൊരു ശക്തി തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്ത ഈ വീഡിയോ ഒരു 10 മിനിറ്റിൽ കൂടുതലുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഞാൻ കുറച്ചൊന്ന് സ്പീഡാക്കുന്നുണ്ട് വീഡിയോ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ധന്യാൻ്റെ പറയുന്നത്, നമ്മളെത്ര കാലമായി ഇങ്ങനെയെല്ലാം കൂടിയിട്ട് ചിരിക്കുമെല്ലാം ചെയ്തിട്ടെന്ന്. പണ്ട് നിന്ന് എപ്പനോട് പറയലുണ്ടായിരുന്നു. പിന്നെ ആണേ നമ്മളെല്ലാവരും ഓണത്തിന് ഇങ്ങനെ എല്ലാവരും കൂടി തറവാട്ടിൽ കൂടുക ചെയ്യുക, എന്നിട്ട് എല്ലാവരും കൂടി കറിയെല്ലാം വെച്ച് ചോറെല്ലാം വെച്ച് അങ്ങനെയെല്ലാം കഴിക്കും. പിന്നെ അതുപോലെ ഓണത്തിന് പൂവിടൽ, അതെല്ലാം എല്ലാവരും കൂടിയിട്ടാണ് എല്ലാം ഇങ്ങനെ പറയലുണ്ടായിരുന്നു. അപ്പം എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ നേരെ തിരിച്ചിട്ടാണ്, എല്ലാവരും ഇങ്ങനെ അണുകുടുംബങ്ങളാണ്. അല്ല, ഇവിടെ ഇപ്പം അണുകുടുംബമാണ്, പക്ഷേ ഇങ്ങനെ ഇതുപോലത്തെ ആഘോഷമെല്ലാം വരുമ്പോൾ എല്ലാവരും ഒന്നിക്കുമ്പോൾ അതൊരു രസം
രസമാണല്ലോ. അപ്പം എൻ്റെ വീട്ടിലെല്ലാം പോകുമ്പോൾ ഞാനും അച്ഛനും അമ്മയും മേച്ചിയും പണ്ട് അച്ഛമ്മയുള്ള സമയത്ത് അച്ഛമ്മ അങ്ങനെ നമ്മൾ മാത്രമേ ഉണ്ടാവലുള്ളൂ. അങ്ങനെ ചോറും കറിയെല്ലാം അമ്മയാക്കും, അത് കഴിക്കും. അങ്ങനെ വിഷു ആണെങ്കിൽ അത് പടക്കം നമ്മൾ പൊട്ടിക്കും, കഴിഞ്ഞ് നമ്മൾ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാവുകയൊന്നുമില്ല. അപ്പോൾ അന്നേരം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ടല്ല ഇങ്ങനെ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇരുന്നാലുള്ള സമയത്ത് നമ്മൾ ഇതുവരെ ഇങ്ങനെ ആഘോഷങ്ങളൊന്നും ഒന്നിച്ചൊന്നും കൂടിയിട്ടില്ല കേട്ടോ. കാരണം ഇരുന്നാലും പുറത്താണ്, കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞവരെ പോയി. അപ്പം അങ്ങനെ ഒത്തുകൂടിയിട്ട് എല്ലാവരും കൂടി ഒത്തുകൂടി തറവാട്ടിൽ അങ്ങനെയൊന്നും ഇരുന്നാലും ഞാൻ ഒന്നിച്ചിട്ട് ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. എൻ്റെ ഓർമ്മയിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താ പറയുക, അതെല്ലാം അങ്ങനെയാണ്. പിന്നെ അരിക്കൂട്ടനും ഇഷ്യൂ എല്ലാം കൂടി നടന്ന് കളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തർ ഓരോ പണി ഏറ്റെടുത്തിട്ട് വെറുതെ ഇങ്ങനെ നടത്തുന്നു. അപ്പോൾ എനിക്കിത് അറിയുന്നില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ അട ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ കിട്ടുമല്ലോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സ്പീഡാക്കിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് കേട്ടോ. കാരണം ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ക്യാമറ ഓണാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിനെ. അപ്പോൾ എന്താ പറയുക, എല്ലാവരുടെ വീട്ടിലും നിങ്ങളുടെ നാട്ടിലെല്ലാം പൂരം അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എങ്ങനെയാണ് ആഘോഷിക്കാറ് എന്നെല്ലാം വെറുതെ കമൻറ്റ് ഇട്ടോ, നമുക്കറിയാമല്ലോ. ഇപ്പം എൻ്റെ നാട്ടിലാണെങ്കിൽ തലശ്ശേരി ഒന്നും ഇങ്ങനെ പൂരമൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പൂരമുണ്ട്, ഇങ്ങനെ കാമന വെക്കും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അറിഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എന്തെല്ലോ ചിരിച്ചിട്ടും അല്ലാണ്ടും എന്തൊക്കെയോ കാര്യങ്ങളും വർത്താനെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെന്താ പറയുക, ഇവിടെ ഇപ്പോൾ ധന്യേൻ്റെ ആയാലും അമ്മയായാലും ഞാൻ ആയാലും ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ദുഃഖം ഒരേ വേവ് ലെങ്ത്തിലുള്ള ആ ദുഃഖം അനുഭവിച്ചവരാണ്. പക്ഷേങ്കിൽ നമുക്ക് വേണമെങ്കിൽ കട്ടിലിൽ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കാം. പക്ഷേങ്കിൽ അത് മൊത്തത്തിൽ ബാധിക്കുക നമ്മളെ കൂടെ നിൽക്കുന്ന എല്ലാവരെയാണല്ലോ. അപ്പം പരമാവധി എല്ലാവരും ഒന്നിച്ചിട്ടും തിരക്കായിട്ടും അങ്ങനെയെല്ലാം നിന്നാൽ തന്നെ എന്താ നമ്മളെ ചുറ്റിലുള്ളവരായാലും നമുക്കായാലും ഇത്തിരിയെങ്കിലും സന്തോഷം കിട്ടും. അപ്പോൾ ഞാനെല്ലാം അങ്ങനെ ചിന്തിച്ചത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഇപ്പോഴിങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ മാത്രം അങ്ങനെ ചിന്തിച്ചപ്പോലെ നമ്മളെ ഒന്നിച്ചുള്ളവർ എപ്പം വന്ന് നമ്മളെ കുത്തിപ്പറയുന്നവർ അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആ ഒരു വേറൊരു ഇതിലേക്ക് നമ്മളും പോകും. അപ്പോൾ അത് രണ്ടും തമ്മിൽ 2 വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താ വീഡിയോ സ്പീഡാക്കട്ടെ കുറച്ചുകൂടി, അല്ലേ മടുക്കും എല്ലാവർക്കും. പിന്നെ ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടച്ചടെന്ന് പറഞ്ഞ പോലെ പറയാമെന്ന് നമ്മളെ പുതിയ സ്റ്റോക്ക് നിങ്ങളെല്ലാവരും വിശ്വസിച്ച് ഞാൻ ഇപ്രാവശ്യം കുറച്ചധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ഇപ്പം ഈ ആഴ്ച അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇടാം. പിന്നെ നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഓൾറെഡി നമ്മളെ ഫോട്ടോസ് ചുരിദാർ മെറ്റീരിയലിൻ്റെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഓർഡർ തരാൻ മറക്കരുത്. ഞാൻ നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇപ്പം വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പം ജസ്റ്റ് എനിക്ക് ആ നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചിട്ട് ഇങ്ങനെ മെറ്റീരിയലിൻ്റെ ഫോട്ടോ അയച്ചു തന്നോ അല്ലെങ്കിൽ റേറ്റ് ഏതാണെന്ന് അങ്ങനെ ചോദിച്ചാലും ഞാൻ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഉള്ളത് പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ്. അപ്പം നമ്മൾ മുന്നേ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ, അത് കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഇപ്രാവശ്യം പിന്നെയും കുറച്ചുകൂടി അധികം സ്റ്റോക്ക് എടുത്തത് കേട്ടോ. പിന്നെ പറയാനുള്ളത്, ഇപ്രാവശ്യം നല്ല നല്ല വെറൈറ്റി കളേഴ്സ് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതാ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്കോ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കും അമ്മമാർക്ക് അനിയത്തിമാർക്ക് ചേച്ചിമാർക്ക് ആർക്ക് വേണമെങ്കിൽ വാങ്ങാം. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാം വേണ്ടതെങ്കിൽ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളെ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ. Kadi? Hai, good boy. Itu.
അങ്ങനെ പിന്നെ അമ്മ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാനും നിമിഷേച്ചിയും റിക്കൂട്ടനും ഇഷുവും കൂടിയിട്ട് സ്കൂട്ടിയിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കേട്ടോ. അടുത്ത് തന്നെയാണ്. രാവിലെ ഇപ്പം നടന്നിട്ട് വന്നതെന്ന് പറഞ്ഞില്ലേ, ഇതിപ്പോൾ നമ്മളെ റോഡ് മേലെ കൂടി സ്കൂട്ടിയിൽ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്, അതുകൊണ്ട് റോഡ് സൈഡായതുകൊണ്ട് വണ്ടി പോകുന്ന സൗണ്ട് കേൾക്കാം. അപ്പം നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഒരുപാട് വീഡിയോസ് 500 സംതിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സമയമുള്ള പോലെ എല്ലാവരും ഒന്നിരുന്ന് കാണുക കേട്ടോ. പിന്നെ അത് കൂടാണ്ട് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ജസ്റ്റ് ഒന്ന് നമ്മളെ ലിങ്കൊക്കെ വീഡിയോ ഉണ്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. പിന്നെന്താ ഷോർട്ട് വീഡിയോസും എല്ലാം കൂടി ടോട്ടൽ 500 സംതിങ് വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പം എല്ലാവരും കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നിന്നേണ്ട വീട്ടിലേക്ക് പോകുന്നൊരു വഴിയാണ് ഇത്. ഞാൻ ഫോണും പിടിച്ചിട്ട് പേടിച്ചാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെന്താ വീട്ടിലെത്തിയിട്ടുള്ള കാഴ്ച കാണണ്ടേ. തലേന്ന് അമ്പലത്തിൽ പൂരത്തിന് പോയ സമയത്ത് അവിടെ ശരത്തേട്ടൻ റിക്കൂട്ടനും ഇഷുവിനും തോക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായി. അപ്പം അത് പൊട്ടാസ് പൊട്ടിക്കുന്ന സന്തോഷത്തിലായിരുന്നു പിന്നെ രണ്ടാളും. അച്ഛൻ വീട്ടിലുണ്ടായിന്. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.